നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിദ്ധുവും ദേവികയുമായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാനായി നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. ദേ, നിന്റെ ഒപ്പം ഞാനുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നല്ല മോളെ. എന്റെ മോൻ അഭിയാണ് സത്യം. നിന്റെ കൂടെ ഞാനുണ്ട്. ഋഷി, ഋഷിയുടെ ഫോൺ. ഏട്ടന്റെ മലയായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ കല്യാണക്കാരെയൊക്കെ സംസാരിച്ചു. കൊള്ളാലോ. എന്നിട്ട് മാലാഖയോട് സംസാരിച്ചിട്ട് ഏട്ടന് സന്തോഷമായോ? എനിക്ക് ഒത്തിരി സന്തോഷായി. ഒത്തിരി സന്തോഷായി. ഋഷി, എനിക്ക് എന്നും ഇങ്ങനെ ഇതിൽ കൂടെ മാലാഖയോട് സംസാരിക്കണം. എനിക്ക് മാലാഖയോട് സംസാരിക്കാൻ തോന്നുമ്പോ ഋഷിയുടെ ഫോൺ എനിക്ക് തരുമോ? അതിനെന്താ, തരാലോ. നല്ല ഋഷി. എന്നാലേ ഞാൻ പോട്ടെ. മാലാഖ എന്നോട് പറഞ്ഞേക്കണേ ഇനി കിടന്ന് ഉറങ്ങണമെന്നാ. ഞാൻ ഉറങ്ങാൻ പോവാണേ. ആ, എന്നാ ചേട്ടൻ പോയി കിടന്നു. ഗുഡ് നൈറ്റ് ഋഷി. എല്ലാരും കൂടി എന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുമല്ലേ? ഋഷി ചേട്ടനെ പ്രോത്സാഹിപ്പിച്ചോ, ചേട്ടന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ. പക്ഷേ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, എന്റെ വാക്കിന് യാതൊരു മാറ്റവും ഇല്ല. സിദ്ധുവേട്ടനും ദേവികേച്ചയുമായുള്ള വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അത് നടക്കില്ല ഋഷി. ഗോപിക അത് നടത്തില്ല. ഗോപിക, ഞാൻ വീണ്ടും പറയുമോ, താൻ കുറച്ച് സംയമനത്തോടെ ചിന്തിക്കും. സിദ്ധുവേട്ടന്റെ സന്തോഷങ്ങളും പ്രതീക്ഷകളും തല്ലിക്കെടുത്തണോ നമ്മൾ? പിന്നെ സിദ്ധുവേട്ടന് ദേവിക ചേച്ചിയോടുള്ള സ്നേഹം ഓരോ നിമിഷവും കൂടിക്കൂടി വരിക. ആ മനസ്സ് നിറയെ ദേവിക ചേച്ചിയാ. അത് കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും? ഈ വിവാഹം നടന്നില്ലെങ്കിൽ ചിലപ്പോ സിദ്ധുവേട്ടൻ ആകെ തകർന്നു പോകും. ഗോപിയെ, തനിക്കത് തോന്നുന്നില്ലേ? ഋഷി ഇപ്പൊ സിദ്ധുവേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്റെ ചേച്ചിയെ കുറിച്ച് ചിന്തിക്കാത്ത എന്താ? എനിക്കതിന് സാധിക്കില്ല ഋഷി. എന്റെ ചേച്ചിയുടെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഗോപിക, നമുക്കിടയിൽ വെറുതെ ഒരു തർക്കം വേണ്ട. ദേവികേച്ചിയുടെ ജീവിതം ഒരിക്കലും ഇരുട്ടിലാവില്ല. സിദ്ധുവേട്ടന്റെ അസുഖം മാറിക്കിട്ടിയ ദേവികേച്ചിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ലൈഫായിരിക്കും അത്. അതിന് സിദ്ധുവേട്ടന്റെ അസുഖം മാറണ്ടേ? അതെന്നും മാറും. ആ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനിയും ഇതുപോലെ നിന്നോട് സംസാരിച്ചു നിന്നാ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. മോളെ ഗോപികൻ, നീയും ഋഷിയും തമ്മിലുള്ള സംസാരമൊക്കെ ഞാൻ കേട്ടു. നീ പറയുന്നതാ മോളെ ശരി. സിദ്ധുവായിട്ടുള്ള കല്യാണം നടന്നാൽ നശിക്കുന്നത് നിന്റെ ചേച്ചിയുടെ ജീവിതം തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. നിന്റെ നോട്ടത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്നല്ലേ നീ ചിന്തിക്കുന്നത്? ഞാൻ അങ്ങനെയാ മോളെ. ഞാൻ എപ്പോഴും ശരിയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. മാത്രമല്ല, ഞാനും ഒരു പെണ്ണാ. ഒരു പെണ്ണിന്റെ ജീവിതം അവളുടേതല്ലാത്ത കാരണത്താൽ നശിച്ചു പോകുന്നത് എനിക്ക് വേദനിക്കും. ചെറിയമ്മ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? എന്നെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചത്. ഞാനൊരു മൂശാട്ട സ്ത്രീയൊന്നും അല്ല മോളെ. ഇവിടെ ആരെയും പിണക്കണ്ടാന്ന് കരുതി അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവരുടെ താളത്തിനനുസരിച്ച് ഞാൻ തുള്ളുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്ക് നിന്നെ വാക്കുകൾ കൊണ്ട് ഇത്തിരി വേദനിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെയാ മോളെ. ഈ കല്യാണം നടക്കാതിരിക്കുന്നതാ നിന്റെ ചേച്ചിക്ക് നല്ലത്. സിദ്ധുവും ദേവികയുമായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാനായി നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. ദേ, നിന്റെ ഒപ്പം ഞാനുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നല്ല മോളെ. എന്റെ മോൻ അഭിയാണ് സത്യം. നിന്റെ കൂടെ ഞാനുണ്ട്.
വീട്ടിൽ പായസം ഉണ്ടാവോ? വാ വാ. ആ. ഹായ്. വന്നേ സിദ്ധു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ദേവിക. ഗുഡ് മോർണിംഗ് മാലാകെ. ഗുഡ് മോർണിംഗ് കുട്ടാ. ഇത് കൊള്ളാല. ഗുഡ് മോർണിംഗ് അമ്മേ. ദേവികെ, വിരുന്നിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഭക്ഷണം തയ്യാറായോ? ഭക്ഷണം തയ്യാറായി, എല്ലാം റെഡിയായി. ദേവിക അതൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ എല്ലാം നോക്കിയതാ മാഡം. വെരി ഗുഡ്. സിദ്ധു വാ. രാധികെ, ഇത് വയറുവേദന ഉണ്ടാക്കുന്ന മരുന്നാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.